നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ മണ്ഡലകാലമാണ്. ഇപ്പോൾ അവിടുത്തെ ചില പിഴവുകൾ അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെ വർദ്ധിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങി 2ാം ദിവസമായ ഇന്ന് താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് കെ ജയകുമാർ പറഞ്ഞു. വരിയിൽ ഏറെ നേരം നിൽക്കാൻ സാധിക്കാത്തതിനാൽ പലരും മറ്റു വഴികളിലൂടെ ചാടി വന്നവരാണ്. ഇവരെ 18ാം പടി കടത്തിവിടാനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊരു ആൾക്കൂട്ടം വരാൻ പാടില്ലായിരുന്നുവെന്നും കെ ജയകുമാറിന്റെ പ്രതികരണം. പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് 3-4 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം താൻ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കെ ജയകുമാർ വ്യക്തമാക്കി. മരംകൂട്ടം മുതൽ ശരംകുത്തി വരെ 20ഓളം ക്യൂ കോംപ്ലക്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന്റെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല. അത് പോലീസിന്റെ തെറ്റല്ല. ക്യൂ കോംപ്ലക്സിലേക്ക് ആളുകൾ കയറുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇത് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നേരത്തെ തയ്യാറാക്കിയതാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് വെള്ളവും ബിസ്ക്കറ്റും നൽകാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഇന്നോ നാളെയോ നടപ്പിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസുകാരെ ഉപയോഗിച്ച് ഭക്തരെ നിർബന്ധമായും ക്യൂ കോംപ്ലക്സിൽ ഇരുത്താനുള്ള നടപടി സ്വീകരിക്കും. അതിനുവേണ്ട അനൗൺസ്മെന്റ് സംവിധാനം സജ്ജമാക്കും. ഇതിലൂടെ ആളുകൾ ബോധരഹിതരാകുന്ന സ്ഥിതി ഒഴിവാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പോട്ട് ബുക്കിങ്ങിനായി 7 അധിക സ്പോട്ടുകൾ നിലയ്ക്കലിൽ സ്ഥാപിക്കും. പമ്പയിൽ 4 എണ്ണം നിലവിലുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പമ്പയിലെത്തി കൃത്യമായി പോകാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. കത്ത് മുഖേന ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ലോവർ തിരുമുറ്റം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നുവെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഭക്തരെ പതുക്കെ 18ാം പടി കയറാൻ അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് താൻ നൽകിയിട്ടുള്ളതെന്നും കെ ജയകുമാറിന്റെ പ്രതികരണം. കുടിവെള്ള പ്രശ്നമുണ്ട് അവിടെ, അതും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭക്തരുടെ അടുക്കിലേക്ക് വെള്ളവുമായി എത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നതാണ് മറ്റൊരു വലിയൊരു കടമ്പ. ഇതിനായി തമിഴ്നാട്ടിൽ നിന്ന് 200 പേരെ കൊണ്ടുവരുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രദ്ധയിൽപ്പെട്ട മിക്കവാറും കാര്യങ്ങളും പരിഹരിക്കുന്നുണ്ടെന്നും പമ്പ വളരെ മലിനമാണെന്നും അതിനുള്ള നടപടികൾ അത് വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ ജയകുമാറിന്റെ പ്രതികരണം. മാത്രമല്ല, ജീവനക്കാരുടെ മെസ്സ് തയ്യാറായിട്ടില്ല. അവർക്ക് അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 21ാം തീയതി മാത്രമേ മെസ്സ് തയ്യാറാവുകയുള്ളൂ. മാത്രമല്ല, കേന്ദ്രസേന വരുന്നുണ്ട്. അവർ ഇന്ന് എത്തുമെന്നാണ് വിവരം. അവരുമായി ബന്ധപ്പെടുമെന്നും കെ ജയകുമാർ അറിയിച്ചു. അതേസമയം ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഇന്ന് ദർശനം 2 മണി വരെ നീട്ടിയിരിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള മാർഗമായിരുന്നെങ്കിൽ ഇനി മുതൽ അത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കിടെ ഞായറാഴ്ച രാവിലെ 6 മുതൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ ഒരു പ്രതികരണം നടത്തിയത്. കൊള്ളരുതാത്ത പ്രവണതകൾ നിരോധിക്കണം. ഇവിടെ സ്പോൺസർമാരായി വരുന്നവർ ആരാണെന്നും അവരുടെ വരുമാന മാർഗം എന്താണെന്നും കൃത്യമായി അന്വേഷിക്കും. ഇതൊന്നും അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങിക്കേണ്ടതില്ല എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭക്തരുടെ സംഭാവനയും സ്പോൺസർഷിപ്പും സ്വീകരിക്കും. എന്നാൽ അവർ നേരിട്ട് വരണമെന്നും ഇടനിലക്കാർ വേണ്ടെന്നും ജയകുമാർ വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തോടും അന്വേഷണ സംഘത്തോടും പൂർണ്ണമായും സഹകരിക്കും. ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് വേണ്ടി തീർത്ഥാടകരാൽ നടത്തുന്ന സംവിധാനമാക്കും. ഇതുവരെ താൻ സൗമ്യനായ ഉദ്യോഗസ്ഥനായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഈ നിയോഗത്തിൽ അല്പം കാർക്കശ്യം ആവശ്യമാണെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും നിലവിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന, അതായത് ഈ ശബരിമലയിൽ അപകടകരമായ രീതിയിൽ ഭക്തജന തിരക്കുണ്ടെന്ന ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. പലരും ക്യൂ നിൽക്കാതെ ദർശനത്തിനായി ചാടി വരുന്നുണ്ടെന്ന ഒരു പരാതി. എന്തായാലും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല എന്നതടക്കമുള്ള നിരീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിങ്ങിൽ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന സൂചന അദ്ദേഹം നൽകിയിരിക്കുകയാണ്. എന്തായാലും ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു സംവിധാനത്തിൽ അദ്ദേഹം വരുത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദർശനം കിട്ടാതെ ഭക്തർ മടങ്ങിയെന്ന വിവരവുമുണ്ട്. പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തിയാണ് ഇവർ മടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ന് 2ാം ദിവസമാണ്. ഈ 2ാം ദിവസത്തിലാണ് ഇത്രയധികം തിരക്ക്, അപ്രതീക്ഷിതമായ തിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. അപകടകരമായ രീതിയിലുള്ള തിരക്കാണുള്ളത്. എന്തായാലും ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വേണ്ട രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ, അപകടങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലൊരു ആൾക്കൂട്ടം ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന പ്രത്യേക നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെ അധികം സമയം നിർത്തുന്നത് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം ഇവിടെ നടപ്പാകുന്നില്ല എന്നും അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭക്തരൊന്നും ഇവിടേക്ക്
ക്യൂ കോംപ്ലക്സിലേക്ക് കയറുന്നില്ല എന്നാണ് പോലീസിന്റെ പരാതി. ഭക്തർക്ക് ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ നൽകിയാൽ ആളുകൾ അവിടെ ഇരിക്കും. ഭക്തരെ നിർബന്ധമായും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം. അതിനായി അനൗൺസ്മെന്റ് വേണം. അല്ലാതെ അവർക്ക് അറിയില്ല. അവരുടെ അവസരം വരുമ്പോൾ കയറ്റണം. അങ്ങനെയെങ്കിൽ ആളുകൾ നിന്ന് ബോധം കെട്ട് വീഴുന്നത് ഒഴിവാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കലിൽ ആളുകളെ കൂടുതൽ സമയം നിർത്തുന്നതിൽ തെറ്റില്ല. 7 അഡീഷണൽ ബൂത്തുകൾ സ്പോട്ട് ബുക്കിങ്ങിനായി നിലയ്ക്കൽ സ്ഥാപിക്കും. എന്തായാലും ഇത്രയും വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേറ്റു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു മണ്ഡലകാലം എത്തുന്നത്. അവിടെ നിർണായകമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകുമെന്നും പിടിമുറുക്കേണ്ടടുത്ത് പിടിമുറുക്കുമെന്നും K ജയകുമാർ നേരത്തെ തന്നെ പ്രതികരിച്ചതാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ പ്രസിഡന്റായി അധികാരമേറ്റത്. ഏറ്റെടുത്ത ചുമതലയുടെ വെല്ലുവിളിയും പ്രതിസന്ധിയും തുറന്നു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മെമ്പറായി മുൻ മന്ത്രി CPI നേതാവുമായ അഡ്വക്കേറ്റ് K രാജു ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ദേവസ്വം മന്ത്രി VN വാസവൻ, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഇതോടെയാണ് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നിർണായകമായ ചില നീക്കങ്ങൾ ഈ ഒരു ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അന്വേഷണമൊക്കെ കഴിഞ്ഞ ദിവസം പരിശോധന നടന്നിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തെ പാളികളിലെ സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയതും അതിനുശേഷം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണം പൂശിച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. സ്വർണ്ണക്കേസിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാമ്പിൾ ശേഖരിച്ചത്. പരിശോധനയുടെ ഫലം പ്രത്യേക സംഘം കോടതിയെ അറിയിക്കും. തെക്കു പടിഞ്ഞാറ് വശത്തെ മൂലയിലുള്ള സ്വർണ്ണപ്പാളി ആദ്യം ഇളക്കിയെടുത്തു. പിന്നീട് 3 മൂലയിലും കൂടി ഇളക്കുകയായിരുന്നു. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സാമ്പിൾ ശേഖരിക്കാനായിരുന്നു ഇത്. പിന്നീട് 2019 ഘടിപ്പിച്ച കട്ടിളപ്പാളി ഇളക്കിയെടുത്ത് തൂക്കം നോക്കി. കേസിൽ ഉൾപ്പെട്ട ഭാഗത്തിന്റെ വിസ്തീർണം പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.